കിളിക്കൂട്ടില് നിധിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് സുധീഷ്. അങ്ങനെ നിധിക്കാണെങ്കിൽ വലിയ അപമാനമാണല്ലോ നേരിട്ടിരിക്കുന്നത്. അതായത് നിധിയെ നല്ല രീതിയിൽ തന്നെ കളിയാക്കി വിടുന്നുണ്ട്. ആദ്യം തന്നെ കാര്യമെന്താണ് എന്ന് ചോദിക്കുന്നതാണ് കാണാൻ സാധിക്കുക. അപ്പോഴൊന്നും നിധി സത്യം തുറന്നു പറയുന്നില്ല. പക്ഷേ അനിയനാണെങ്കിൽ ഒരു മാധ്യമത്തിലൂടെ, തൻ്റെ കൂട്ടുകാരൻ എന്ന മാധ്യമത്തിലൂടെ അറിഞ്ഞിരിക്കുകയാണ്. ചേച്ചി പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നു. ഇവിടെ സുധീഷാണെങ്കിൽ നിധിയോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴും നിധി പൊട്ടിക്കരയാണ്. ഏട്ടനൊന്ന് ചോദിക്കുക എന്ന് പറയുന്നു. അപ്പോഴും പറയുന്നില്ല. അങ്ങനെയിരിക്കെ സുധീഷ് പറയുന്നുണ്ട്, നിധി നീ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് എന്താ കാര്യം, സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയേ എന്ന് പറയുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നിധി തുറന്നു പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സുധീഷിനാണെങ്കിൽ അത് കേട്ടതും നല്ല ദേഷ്യം വരുന്നുണ്ട്. സുഭാഷിൻ്റെ കാര്യവും അത്ര മോശമൊന്നുമല്ല. സുധീഷ് വേഗം തന്നെ നിധിയോട് പറയുന്നുണ്ട്, നിനക്കവരോട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചോദിക്കണമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട നിധിയാണെങ്കിൽ ചോദിക്കണം എന്ന് പറയുമ്പോൾ സുധീഷാണെങ്കിൽ നിധിയുടെ കയ്യും പിടിച്ചുകൊണ്ട് ആ കളിയാക്കിയവരുടെ മുൻപിലേക്ക് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സുഭാഷും അനുജനും പോകുന്നുണ്ട്. അവരങ്ങനെ ചെന്നിട്ട് അവരുടെ മുൻപിൽ ചെന്ന് നിധിയെ നിർത്തിയിട്ട് ആരാണ് നിന്നെ അപമാനിച്ചത് എന്ന് ചോദിക്കുന്നൊരു കാഴ്ച. ഇതേ സമയം അഞ്ജലി എന്ന് വിളിച്ചവനെ കൃത്യമായിട്ട് തന്നെ നിധി ചൂണ്ടിക്കാട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ സുധീഷിന് വരുന്നൊരു ദേഷ്യം. സുധീഷ് ഓടിച്ചെന്ന് അവൻ്റെ കരണം നോക്കി ഒരടിയടിക്കുകയും കൂടാതെ തന്നെ അവനെ ചവിട്ടി താഴെയിടുകയും ചെയ്യുന്ന ആ സമയമാണെങ്കിൽ നമ്മുടെ സുധീഷിനെ തല്ലാനായിട്ട് കൂട്ടുകാരിൽ ഒരാൾ കടന്നു വരുമ്പോൾ സുഭാഷ് ഏട്ടനാണെങ്കിൽ ചാടി അവൻ്റെ നെഞ്ചത്ത് ചവിട്ടുന്നു. പിന്നെ അവിടെ ഒന്നും പറയേണ്ടതില്ലല്ലോ, ഒരടിയുടെ പൂരമാണ് കാണാനായിട്ട് സാധിക്കുക. 3 പേരും ആ 3 പേരെ തല്ലി തകർക്കുന്നുണ്ട്. ഇതേ സമയം നിധിക്ക് നല്ല രീതിയിൽ തന്നെ സന്തോഷമാകുന്നതും കാണാനായിട്ട് സാധിക്കും. കാരണം നിധി വിചാരിച്ചില്ല സുധീഷിന് തന്നോട് ഇത്രമാത്രം ഇഷ്ടമുണ്ട്, ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന്. തന്നെ അപമാനിച്ചാൽ അത് ഈ കുടുംബത്തെ അപമാനിക്കുന്ന മാതിരിയാണെന്ന് നിധി തിരിച്ചറിയുന്ന മുഹൂർത്തങ്ങളാണ് ഇനി കടന്നു വരാനായിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാത്തിനെയും തല്ലിച്ചതച്ചുകൊണ്ട് നമ്മുടെ സുധീഷും ഏട്ടനും അനുജനും എല്ലാവരും കൂടി തിരികെ നിധിയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് പോകുന്നതിനു മുമ്പ് നിധിയെ ചേർത്ത് പിടിക്കാനായിട്ട് സുധീഷ് ശ്രമിക്കുന്നുണ്ട്. അതായത് പറയുന്നുണ്ട്, ഇവരൊക്കെ ഇവരുടെ സഹോദരങ്ങളാണ്, ഞാനാണ് നിധിയുടെ ഭാര്യ, അത് നീ ഇനി മേൽ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കാനായിട്ട് ഒരടിയും കൂടി അടിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ നിധിക്കാണെങ്കിൽ ആ സങ്കടം അങ്ങോട്ട് വിട്ടുപോകുന്നില്ല, അവർ കളിയാക്കിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നിധിയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ സുധീഷ് പറയുന്നുണ്ട്, എന്തിനാ നിധി താനിങ്ങനെ സങ്കടപ്പെടുന്നേ, അവർ കളിയാക്കിയതിന് നമ്മൾ കൃത്യമായിട്ടുള്ള മധുര പ്രതികാരം കൊടുത്തതല്ലേ, പിന്നെ ഇയാൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് കരയുന്ന നിധിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ സുധീഷിൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിധി അതിന് ഒരുക്കമല്ലാത്തത് കൊണ്ട് തന്നെ സുധീഷ് ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കരയില്ലേ എന്ന് പറയുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് കാണാൻ സാധിക്കും. സുധീഷിൻ്റെ മനസ്സിലുണ്ട് നിധിയൊന്ന് ആശ്വസിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. കൂടാതെ സുധീഷാണെങ്കിൽ സുഭാഷ് ഏട്ടനോട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിക്കാനും അവളുടെ മനസ്സിൽ ആ മുറിവ് ഉണക്കാനും പറയുന്നത് കാണാം. കാരണം സുധീഷിനെ നിധിക്ക് അത്ര വലിയ മതിപ്പൊന്നുമില്ലല്ലോ. പക്ഷേ ഈ സംഭവത്തോടെയും ഇന്നലത്തെ സംഭവത്തോടെയും സുധീഷ് നിധിയുടെ മനസ്സിനെ ഒന്ന് തൊട്ടിട്ടുണ്ട്, ഒന്ന് ഉണർത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂട്ടുകാരെ, പ്രേക്ഷകരെ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.